എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത. കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ESA എംപ്ലോയീസിന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. ECHS അത് എക്സ് സർവീസ്മാൻമാർക്ക് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സേവനമാണ്, ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പം ക്യാൻസർ പോലെ ഒരു മഹാമാരി വരുമ്പം അത് ശരീരത്തെ മാത്രമല്ല നമ്മുടെ സാമ്പത്തികത്തിനെയും ശരിക്കും ബാധിക്കുന്നുണ്ട്. വലിയ എമൗണ്ടുകളാണ് ഒരു അഡ്മിഷൻ സമയത്താകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലുക്കീമിയ ബ്ലഡ് ക്യാൻസറിൽ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് സ്റ്റേജസ് ഒന്നുമില്ല. അപ്പം ആദ്യത്തെ കീമോ 41 ദിവസമായിരുന്നു. അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത്. ഞാൻ അന്നേരത്തെ അവസ്ഥയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല. എങ്കിലും 12 ലക്ഷം രൂപയാണ് ആ ഒരു ഫസ്റ്റ് അഡ്മിഷന്, ആ ഒരു കീമോയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞ തുക. ഒരു സാധാരണ ഫാമിലിക്ക് അത് വലിയ ഒരു തുക തന്നെയാണ്. പിന്നുണ്ടായ 4 അഡ്മിഷനിലും ഇതുപോലെ 4 ലക്ഷം 3 ലക്ഷം അങ്ങനെ തുക. അപ്പോൾ ഒന്ന് കൂട്ടി നോക്കിക്കേ എത്ര തുകയാകും ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. പിന്നെ അല്ലാതെ എക്സ്ട്രാ ചിലവ്. അപ്പം ഞങ്ങളുടെ കയ്യിലന്ന് ആകെ ഉണ്ടായിരുന്നത് ഒരു 5 ലക്ഷത്തിൻ്റെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അഡ്മിറ്റൊക്കെ ആയി കഴിഞ്ഞപ്പം ഡോക്ടർ ചോദിച്ചു, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? നമുക്ക് സന്തോഷമായി. 5 ലക്ഷമെങ്കിൽ 5 ലക്ഷം അത് നമുക്ക് കിട്ടുമല്ലോ, അത്രയും ആകുമല്ലോ. അങ്ങനെ നമ്മളത് കൊടുക്കുന്നു. പേപ്പേഴ്സ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു, ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കുന്നു, അവരിങ്ങോട്ട് അയക്കുന്നു, അതിന് മറുപടി നമ്മളങ്ങോട്ട് കൊടുക്കുന്നു. ലാസ്റ്റിൽ റിജക്റ്റ് ചെയ്യുന്നു. എന്താണ് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം? ഞാൻ 2 വർഷം മുന്നേ സ്കിൻ ഡോക്ടറെ കണ്ടിരുന്നു പോലും. എല്ലാവർക്കും അറിയാം, 2020 എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് TMM ആ ഒരു വർഷത്തിൻ്റെ ഇടയിൽ 2 സർജറിയൊക്കെ ആയിട്ട് ഇരുന്ന സമയം. അന്നേരം എൻ്റെ തല മുതൽ വിരൽ വരെ ഇനി സ്കാനിങ്, അൾട്രാസൗണ്ട്, എക്സ്റേ എന്നും പറഞ്ഞ് ഇനി എടുക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. അതിന് ആ സമയത്ത് ഞാൻ സ്കിൻ ഡോക്ടറെ കണ്ടിരുന്നു, അതൊന്നും നമുക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ സ്കിൻ ഡോക്ടറെ കണ്ടായിട്ട് എനിക്കൊരു ഓർമ്മയിൽ പോലുമില്ല. ഇനിയും അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ളതും അറിയത്തില്ല. ഈ ഹോസ്പിറ്റലിലൊക്കെ സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ട ഫയലുകളൊക്കെ എങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അതിശയമായിട്ട് തോന്നി. അപ്പം അങ്ങനെ അവർ ആ ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കടം മേടിച്ചും നമ്മുടെ അക്കൗണ്ടിലുണ്ടായിരുന്നതും സ്വർണം പണയം വെച്ചും അങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി. ഒരു സാധാരണ ഒരു തൂപ്പ് ജോലി ചെയ്യുന്നവരും ക്ലീനിങ് ജോലി ചെയ്യുന്നവരും ഗവൺമെൻറ് സർവീസിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസിൽ ഉയർന്ന താസ്തികയിലിരിക്കുന്നവരും താഴെ താസ്തികയിലിരിക്കുന്നവരും ഒക്കെ അവർക്കൊക്കെ എന്തുണ്ട്? ഈ ESA അല്ലെങ്കിൽ ECHS അതുപോലെ പലതും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. കാരണം അവർക്ക് ഈ ബെനിഫിറ്റുകൾ കിട്ടും. പ്ലേറ്റ്ലെറ്റ് ഇടുക, ബ്ലഡ് ഇടുക, ബോൺമാരോ ഇതിനൊന്നും കിട്ടത്തില്ല. ബാക്കിയല്ലാതെ ബെഡ്, ബ്ലഡ് ചെക്കപ്പ്, ബെഡ്, ഫുഡ്, അങ്ങനെ ഡെയിലി നല്ലൊരു തുകയാകുമല്ലോ. അതെല്ലാം
ഇവർക്ക് കിട്ടും. ESAയും ECHSും ഒക്കെ ഉള്ളവർക്ക് ഈ ബെനിഫിറ്റ് എല്ലാം കിട്ടും. ഒരു സാധാരണ ഒരു വ്യക്തി ഇതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലൊരു മാരക അസുഖം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തു ചെയ്യണം? രോഗിയെ രക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല, കടക്കെണിയിലാകും. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുമ്പോഴാണ് പലരും ആത്മഹത്യയിലേക്ക് തിരിയുന്നത്. കാരണം ഞാൻ പോയാലും എൻ്റെ കുടുംബത്തിലെങ്കിലും ആ ഒരു ഉള്ള പൈസ കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത. ഇനിയിപ്പോൾ ലോകത്ത് ഒത്തിരി ആത്മഹത്യകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അത് ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. എനിക്കിന്നത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയാനുള്ളത്, കാരണം പലരും ജോലിക്ക് പോകാതെയും ആൺകുട്ടികളാണേലും ജോലിക്ക് പോകാതെയൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കാണാം. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഒരു ചെറിയ ജോലിയാണേലും പ്രൈവറ്റിലായിക്കോട്ടെ ഗവൺമെൻറ്റിലായിക്കോട്ടെ ഒരു ജോലി കണ്ടെത്തണം. കാരണം ചെറിയ ജോലിയിൽ നിന്നാണല്ലോ നമുക്ക് എക്സ്പീരിയൻസ് വർദ്ധിച്ച് വലിയ വലിയ ജോലികളിലേക്ക് കയറാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ അഡ്മിഷനിൽ എനിക്കൊരു ജോലി ഇല്ലല്ലോ എന്നൊരു ചിന്ത വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. കാരണം തൊട്ടടുത്തുള്ള ബെഡുകളിലൊക്കെ ഉള്ളവർക്ക് ESA ECHS ഒക്കെ കിട്ടുന്നുണ്ട്. അവരുടെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, ചെറിയ ഫേമിൽ, ചിലപ്പോൾ തൂപ്പുജോലി ആയിരിക്കാം, പ്യൂണായിരിക്കാം, ഹൈ പോസ്റ്റ് ആയിരിക്കാം. അപ്പം ആ ഒരു ബെനിഫിറ്റ് വൈഫിനും മക്കൾക്കും അല്ലെങ്കിൽ അവർക്ക് തന്നെ, ആ ആളിന് തന്നെ ഈ ബെനിഫിറ്റൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം ഗവൺമെൻറ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവെടുക്കും. അപ്പോൾ ഒരു സാധാരണക്കാരന് നമുക്ക് ഇങ്ങനൊരു അസുഖം, ഇന്നിപ്പം ഞാൻ നോക്കുമ്പം മിക്ക വീടുകളിലും ക്യാൻസർ രോഗികൾ ഉണ്ട്. ഒന്നട വീടുകളിലെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഞാൻ നോക്കുമ്പം കാണുന്നത്. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് നമ്മൾ എപ്പോഴും ഒരു കരുതൽ അതിന് കണ്ടെത്തണം. അതുപോലെ നല്ലൊരു ഇൻഷുറൻസ് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ഇൻഷുറൻസ് വേണം എപ്പോഴും നമ്മൾ എടുക്കാനായിട്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്ക് പോയില്ല, പക്ഷെങ്കിൽ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അഡ്മിറ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മുടെ കുടുംബശ്രീയിൽ RP ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു ESA ബെനിഫിറ്റ് കിട്ടാനായിട്ട് കിട്ടത്തില്ല. നമുക്കൊരു പ്രൈവറ്റ് ഫേമിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ അതെപ്പോഴും ആ ഒരു ബെനിഫിറ്റ് അത്യാവശ്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ക്യാൻസർ വരും എന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇതിനൊക്കെ അതീതയാണ്. കാരണം എനിക്കിത് വരത്തില്ല. പക്ഷെങ്കിൽ 2020 മുതൽ പലതും വന്നു, പലതിനെയും ഫേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ക്യാൻസർ വരുമെന്നറിഞ്ഞാൽ എല്ലാവരും വലിയ ഇൻഷുറൻസ് പോളിസികളും എല്ലാം എടുക്കും, ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും എടുക്കും. പക്ഷെങ്കിൽ എനിക്ക് ഈ ഒരു അനുഭവം വന്നപ്പം ഞാൻ പഠിച്ച ഒരു പാഠമാണ്, നമുക്ക് ഗവൺമെൻറ് തരുന്ന ESA അല്ലെങ്കിൽ ECHS പോലെ കിട്ടുന്ന ജോലികൾ വേണം നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ. ബിസിനസ് മോശമാണെന്നല്ല, അല്ലാത്ത പണികളൊന്നും മോശമാണെന്നല്ല പറയുന്നത്. ഒരു ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എപ്പോഴും ഇതാണ് ഉത്തമം. ഇല്ലെങ്കിൽ നമുക്ക് ഈ വലിയ ചിലവുള്ള ട്രീറ്റ്മെൻറ്റുകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ശരിക്കും ഇങ്ങനെയുള്ള ഒരവസരത്തിലാണ് നമ്മൾ നമ്മുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയൊക്കെ
തിരിച്ചറിയുന്നത് ഇതുപോലെയുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത് ചെറുപ്പക്കാരായ കുട്ടികളോടാണ്, പഠിച്ചിറങ്ങിയിട്ട് വെറുതെ ഇരിക്കുന്ന കുട്ടികളോടാണ്. നിങ്ങൾ ജോലിക്ക് പോകണം, ജോലി ചെയ്തേ മതിയാവൂ. ഇന്ന് ഒരു കുടുംബം കഴിയണമെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും ജോലി വേണം. അതുപോലെ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു അസുഖം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ അനുഭവങ്ങളാണല്ലോ നമ്മളുടെ ഗുരു. അനുഭവങ്ങളാണ് പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓരോ പാഠങ്ങളും നമ്മൾ അറിയുന്നതും പഠിക്കുന്നതും അനുഭവത്തിലൂടെയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.